ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നിട്ട് വീഡിയോ കാണാം. ഞാനിന്ന് പാൻറ്റ് തയ്ക്കാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ക്രൈപ്പിൻ്റെയാണ് കേട്ടോ. അപ്പോൾ 2 മീറ്റർ എടുത്തിട്ടുണ്ട് പാൻറ്റ് തയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് പാൻറ്റ് തയ്ക്കുകയാണെങ്കിൽ ഒരു 2 വർഷത്തോളം കേട്ടോ കേട് പറ്റാതെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം എന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അത് കാരണമാണ്. ഇതുപോലത്തെ മെറ്റീരിയലിൻ്റെ പാൻറ്റ് എൻ്റെ കയ്യിൽ മുന്നേ ഞാൻ ഉപയോഗിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഇത്ര ഉറപ്പ് പറയുന്നത്. അപ്പോൾ ക്രേപ്പിൻ്റെ തുണി എടുക്കുന്ന സമയത്ത് ഏറ്റവും കുറവിൻ്റെ അല്ല, എന്നാൽ ഭയങ്കര കൂടുതലിൻ്റെ അല്ലാണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന തരത്തിൽ തുണി നോക്കിയെടുക്കുക. അപ്പോൾ തുണി എടുക്കുമ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, പാൻറ്റ് അടിക്കാനായിട്ട് എടുക്കുന്ന സമയത്ത്. പാൻറ്റ് തയ്ക്കാനായിട്ട് തുണീനെ 4 മടക്കിയിട്ടിട്ടുണ്ട്. അപ്പം മടക്ക് വശം വരുന്നത് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കും 4 ഭാഗം വരുന്നത് നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഭാഗത്താണ് കേട്ടോ വരാം. പിന്നെ മേൽവശത്തുനിന്ന് നമുക്ക് ഒരു 2-2.5 ഇഞ്ചോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. പട്ട തയ്ക്കാനാണ്. അപ്പോൾ നമുക്കിതിന് അളവ് പാൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ, ഇല്ലാതെയും നമുക്ക് തയ്ക്കാൻ പറ്റും. ഈ ഒരു പാൻറ്റ് തയ്ക്കാനായിട്ട് നല്ല ഈസിയാണ് കേട്ടോ. കുറച്ച് നേരവും മതി ഈ ഒരു പാൻറ്റ് തയ്ക്കാനായിട്ട്. നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വണ്ണം, നമ്മുടെ അരവണ്ണം എടുക്കാം കേട്ടോ. അപ്പോൾ പാൻറ്റ് അളവില്ലാത്തവർക്കാണ് കേട്ടോ പറയുന്നത്. അപ്പം 40 ആണെന്നുണ്ടെങ്കിൽ അരവണ്ണം 40 കിട്ടിയെന്നുണ്ടെങ്കിൽ അതിൽ 4 ഭാഗം എടുക്കാം കേട്ടോ. അപ്പോൾ 4 ഭാഗം എന്ന് പറയുമ്പോൾ 10. അതിൽ കൂടെ നമ്മളൊരു 2 ഇഞ്ചോളം കൂട്ടിയിട്ട് വേണം കേട്ടോ ഇത് മാർക്ക് ചെയ്യാനായിട്ട്, ഇതിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. ഞാൻ ഈ പാൻറ്റ് തയ്ക്കണതേ നല്ല ലൂസ് പാൻറ്റാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ എടുക്കുന്ന അളവെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത്യാവശ്യം നല്ല ലൂസായിരിക്കും. അതുപോലെ ലൂസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതേ അളവെടുത്ത് തയ്ച്ചോട്ടാ. നമുക്ക് പിന്നെ വീട്ടിലിടുന്ന പാൻറ്റ് ആയാലും നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകുമ്പോഴായാലും വണ്ടി എടുക്കണവരാകുമ്പോഴേ കറക്റ്റ് നമ്മുടെ ആ ഒരു അരവണ്ണം എടുത്തിട്ട് കറക്റ്റ് ആ ഒരു അളവിൽ തയ്ക്കുമ്പോൾ നല്ല കറക്റ്റ് ടൈറ്റായി നല്ല ഭംഗിയിൽ നിൽക്കും. പക്ഷെ നമുക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് ഈ ഒരു ടൈറ്റായ പാൻറ്റൊക്കെ ഇട്ടിട്ട് കയറുന്ന സമയത്തേ ഭയങ്കര ബുദ്ധിമുട്ടും, അതിൻ്റെ ആ ഒരു കാലിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ നമ്മുടെ പിന്നി വിട്ട് പോരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇതൊക്കെ കാരണമാണ് കേട്ടോ നമ്മൾ ലൂസുള്ള പാൻറ്റ് തയ്ക്കുന്നത്. അപ്പം ഞാനിവിടെ വണ്ണം മാർക്ക് ചെയ്യണത് ഒരു 15 ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ പറയാണ്, നമുക്ക് ഇത്ര ലൂസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അരവണ്ണം എടുക്കുക, അതിൻ്റെ 4 ഭാഗം അതിൽ നിന്ന് 2 ഇഞ്ചും കൂടിയും കൂട്ടിയിട്ടുള്ള അളവാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ നല്ല ലൂസായിട്ടുള്ള പാൻറ്റായ കാരണമാണ് 15 ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ 15 ഇഞ്ച് ഏറ്റവും ടോപ്പ് വശത്ത് നിന്നിട്ടല്ല കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ പട്ട മടക്കി തയ്ക്കാനുള്ള ഒരു ഭാഗം വരച്ചിട്ടില്ലേ, അതിൻ്റെ തൊട്ട് താഴോട്ടാണ് 15 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഈ 15 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് തൊട്ട് ഇപ്പുറത്തെ വേസ്റ്റ് ഭാഗം വരുന്നുണ്ടല്ലോ, അവിടേക്ക് ഒരു 2 ഇഞ്ചോ 2.5 ഇഞ്ചോളം അങ്ങനെ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 1/2 ഇഞ്ചോളം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കൈക്കുഴി നമ്മൾ മാർക്ക് ചെയ്യുന്നില്ലേ റൗണ്ട്, അതേപോലെ ഇത് ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. അളവ് പാൻറ്റ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ഒന്ന് ആ സൈഡിൽ കൂടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ കട്ട് ചെയ്യൽ കഴിയും കേട്ടോ അളവ് പാൻറ്റ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മളിത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അളവ് പാൻറ്റ് കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിലേ നമ്മൾ സൈഡിലേക്ക് ഒരു 2-2.5 ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെ നിന്ന് നേരെ താഴോട്ട് താഴത്തെ വണ്ണം ഉണ്ടല്ലോ നമ്മുടെ കാലിൻ്റെ ആ ഒരു ഭാഗം, അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്തിട്ട് അതിലേക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് വരച്ച് കൊടുത്താൽ മതി കേട്ടോ. താഴത്തെ വണ്ണം മാർക്ക് ചെയ്യേണ്ടതേ ഇത് നമ്മൾ ലൂസായിട്ടുള്ള തയ്ക്കണ പാൻറ്റാണല്ലോ, അതുകൊണ്ട് നമുക്കൊരു 8, 9, 10 നമുക്ക് എത്രയാണോ ലൂസ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു അളവിൽ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴ്വശത്ത് നിന്ന് മേലോട്ട് നമുക്കൊരു 2 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് പട്ട തയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ എല്ലാ തുണിയിലും ഇതുപോലെ ഇറക്ക് നമുക്ക് നേരിട്ട് മടക്കാനുണ്ടാവില്ല. ഇതുപോലെ ഇറക്ക് നമുക്ക് കിട്ടാതെ വരുന്ന സമയത്തേ വേസ്റ്റ് പോകണുണ്ടല്ലോ, അവിടെ നിന്നിട്ട് നമുക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിൻ്റെ തെറ്റുവശത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി തയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പാൻറ്റിന് നല്ല ഇറക്കും കിട്ടും ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. പാൻറ്റിൻ്റെ എല്ലാ മാർക്ക് ചെയ്യലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താഴ്വശത്ത് നിന്നിട്ട് ഇതേപോലെ നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ.
കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാൻറ്റ് നമുക്ക് തയ്ച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ തയ്ക്കാനായിട്ട് ആദ്യം തന്നെ പാൻറ്റിൻ്റെ ആ ഒരു സൈഡ് വശങ്ങൾ വരുന്നുണ്ടല്ലോ, അത് നമുക്ക് കൂട്ടി തയ്ച്ചെടുക്കാം കേട്ടോ ആദ്യം തന്നെ. സൈഡ് വശം നമ്മൾ ഒരേ തവണ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സ്റ്റിച്ച് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തെറ്റുവശത്ത് കൂടെ നമുക്ക് വീണ്ടും തയ്ച്ച് കൊടുക്കാം കേട്ടോ. പാൻറ്റിൻ്റെ മേൽവശത്ത് നമുക്ക് പട്ട തയ്ച്ച് കൊടുക്കാനുണ്ടായിരുന്നല്ലോ, ആ ഒരു വശമാണ് കേട്ടോ ഇനി നമ്മൾ തയ്ക്കാൻ പോണത്. ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ചോളം മടക്കി പിടിച്ചിട്ട് ഇതേ രീതിയിൽ മടക്കി വെക്കാം കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു തെറ്റത്ത് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ പട്ട തയ്ക്കുന്ന സമയത്തേ തീരെ ചുളിവില്ലാതെ കറക്റ്റ് ഇതുപോലെ ഒപ്പം പിടിച്ചിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ തയ്ച്ച് അവസാനിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ ഒരു 2-3 ഇഞ്ചോളം നമുക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടതിൻ്റെ ശേഷം നൂല് വിടിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മളൊരു ഗ്യാപ്പ് വിട്ട് കൊടുക്കണതേ നമ്മൾ ഇതിൽ എലാസ്റ്റിക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ള ആ ഒരു ഗ്യാപ്പാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പാൻറ്റ് തയ്ക്കാനായിട്ട് എലാസ്റ്റിക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ കുറച്ചധികം അങ്ങനെ വാങ്ങിച്ച് വെക്കാറുണ്ട്. നമുക്കിത് പല അളവിലും കിട്ടുന്നുണ്ടോ ഈ ഒരു എലാസ്റ്റിക്. അപ്പോൾ 1 ഇഞ്ച് വീതി വേണമെങ്കിൽ 1 ഇഞ്ച്, അല്ലെങ്കിൽ 2 ഇഞ്ച്, 1/2 ഇഞ്ച്, അങ്ങനെ നമുക്ക് പല അളവുണ്ട് കേട്ടോ ഈ എലാസ്റ്റിക്. അപ്പോൾ നമ്മൾ പാൻറ്റ് തയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് 1 ഇഞ്ചോളം വീതി വരുന്ന എലാസ്റ്റിക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യം ഉള്ളത് അങ്ങനെ എടുക്കാമെന്നാണ് കേട്ടോ ഇനി കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ മേത്തുനിന്ന് അരവണ്ണം കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പാൻറ്റിൽ വെച്ചിട്ടുള്ള അരവണ്ണമാണ് കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ ഒരു 33 ഇഞ്ചോളാണ് കേട്ടോ ഈ ഒരു പാൻറ്റിൻ്റെ അരവണ്ണം വരുന്നത്. എലാസ്റ്റിക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 33 ഇഞ്ചാണ് അരവണ്ണം നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒരു 2 ഇഞ്ചോളം എലാസ്റ്റിക് കുറവ് മതി കേട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അല്ലെങ്കിൽ നമുക്ക് അതേ അളവ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ തയ്ച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് പെട്ടെന്ന് ലൂസായി പോവും. അപ്പോൾ ലൂസാവാതെ ഇരിക്കാനാണ് ഒരു 2 ഇഞ്ചോളം കുറച്ചിട്ട് കട്ട് ചെയ്യാൻ പറയണത് കേട്ടോ. വേറൊരു അളവിലും കൂടി പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ 25 ഇഞ്ചാണ് അരവണ്ണം കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ഇഞ്ച് കുറച്ചിട്ട് 23 ഇഞ്ചിലെടുക്കാം കേട്ടോ എലാസ്റ്റിക്. അപ്പോൾ ഇപ്പം മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം കേട്ടോ എലാസ്റ്റിക് എടുക്കേണ്ട കാര്യം. അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ കൂടുതൽ കട്ട് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ 2 വട്ടം ഇട്ട് വരുമ്പോൾ തന്നെ അതൊന്ന് വലിയും നമ്മൾ ഇടുമ്പോൾ. അപ്പോൾ അത് നമുക്ക് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ലൂസാവും. പിന്നെ അത് നമുക്ക് അഴിച്ച് അതി പുതിയ അടിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയാണ് കേട്ടോ എലാസ്റ്റിക് തയ്ച്ചത് അഴിക്കാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് എലാസ്റ്റിക് എടുക്കുന്ന സമയത്ത് ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എലാസ്റ്റിക് ഇടാനായിട്ടേ എളുപ്പമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു സൂചി എടുത്തിട്ട് അതിലിങ്ങനെ അതിൻ്റെ ഒരു തെറ്റത്ത് കുത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടില്ലേ, അതേ കൂടെ ഇതിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സൂചീനെയാണ് നീക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു തുണീനെ ബാക്കിലേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വേഗം എലാസ്റ്റിക് നല്ല വൃത്തിയിൽ ഇടാനായിട്ട് പറ്റും.
എലാസ്റ്റിക് നമ്മളിതേ മുഴുവനായിട്ട് ഒരു സൈഡിൽ കൂടെ ഇട്ടിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ പുറത്തേക്ക് എടുത്ത് നമ്മളിനി ആ ഒരു തുണി ഉണ്ടല്ലോ അതിനെ കറക്റ്റ് ഒപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ സൂചി വെച്ചതിന് ശേഷം ഒന്ന് കറക്റ്റാക്കിയിട്ട് ആ സൂചി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ എലാസ്റ്റിക്കിനെ കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അവിടെയും കൂടി ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഞെറികളൊക്കെ ഒന്ന് കറക്റ്റ് എല്ലായിടത്തേക്കും ഒരുപോലെ ആക്കിയതിൻ്റെ ശേഷം നമുക്ക് തയ്ച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഈ എലാസ്റ്റിക്കുമ്പോൾ തയ്ക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഇതുപോലെ ആദ്യം നമ്മൾ ആ ഒരു ഭാഗം കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ തയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇതേപോലെ എത്രയ്ക്ക് നമുക്ക് വലിക്കാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ വലിക്കുക. എന്നിട്ട് കറക്റ്റ് അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്താണ് കേട്ടോ നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ഭാഗത്തും ഇതേപോലെ വലിക്കുക. അപ്പോൾ വലിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ചുളിവുകളൊന്നും ഇല്ലാതെ വലിക്കുക കേട്ടോ. എന്നാലാണ് കറക്റ്റായിട്ട് ആ ഒരു നല്ല ഭംഗിയിൽ എലാസ്റ്റിക്കിൻ്റെ ആ ഒരു വശം തയ്ച്ച് കഴിയുമ്പോൾ കിട്ടുക. വലിക്കാതെ തയ്ച്ച് കഴിഞ്ഞാലേ നമ്മളിത് തയ്ക്കുമ്പോൾ എളുപ്പമായിരിക്കും. പക്ഷെ നമ്മൾ ഇടണ സമയത്ത് നമ്മളതിൽ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ ആ ഒരു നൂല് മുഴുവനും പൊട്ടിപ്പോണ്ടാവും. അപ്പോൾ പൊട്ടാതെ ഇരിക്കാനൊക്കെയാണ് ഇത് ഇതേപോലെ വലിച്ച് പിടിച്ചിട്ട് തയ്ക്കാൻ പറയുന്നത്. എലാസ്റ്റിക് തയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പാൻറ്റിൻ്റെ നമ്മുടെ സൈഡ് വശം കൂട്ടി താഴ്വശം കൂടി തയ്ക്കലാണേ പണി. അളവ് പാൻറ്റ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പാൻറ്റിൽ ഇതേപോലെ വെച്ചിട്ട് നോക്കാം കേട്ടോ കറക്റ്റ്. എന്നിട്ട് ആ ഒരു അളവ് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ താഴത്ത് നിന്നിട്ട് ഇതേപോലെ മടക്കി തയ്ക്കുക. ഇനി അളവ് പാൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു എത്രയ്ക്കാണോ ഇറക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതൊന്ന് നമ്മുടെ പാൻറ്റിൽ നോക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഇറക്കിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തെറ്റ് വശത്ത് കൂടെ വേറൊരു പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി തയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻറ്റിന് അത്യാവശ്യം നല്ല ഇറക്കും കിട്ടും. പാൻറ്റിൻ്റെ താഴ്വശത്ത് തയ്ക്കുമ്പോഴും ഇതേപോലെ ചുളിവുകളില്ലാതെ തയ്ക്കാൻ നോക്കാം കേട്ടോ. എന്നാലാണ് ആ ഒരു താഴ്വശം നല്ല ഭംഗിയായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ ചുളിഞ്ഞിട്ട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺ പാഞ്ഞ പോലെ നിൽക്കും നമ്മുടെ പാൻറ്റിൻ്റെ താഴ്വശം. പാൻറ്റിൻ്റെ താഴ്വശത്ത് നമുക്ക് എത്ര ഇഞ്ചാണോ വണ്ണം വേണ്ടതെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് മേലോട്ട് തയ്ക്കണമെങ്കിൽ മേലോട്ട് തയ്ക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ ഒരു നടുവശം ഉണ്ടല്ലോ അവിടെ നിന്നിട്ട് താഴോട്ടും തയ്ച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് വേറെ അളവുകളൊന്നും മാർക്ക് ചെയ്യണ്ട. ആ ഒരു താഴത്തെ ആ ഒരു അളവ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു 8 ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ നടുവശത്ത് നിന്നിട്ട് തയ്ച്ച് വരുമ്പോൾ ആ ഒരു 8 ഇഞ്ചിലേക്ക് തയ്ച്ച് എത്തിക്കുക കേട്ടോ. എന്നിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് എടുക്കുക. നമ്മുടെ പാൻറ്റിൻ്റെ തയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് പാൻറ്റ് തയ്ച്ച് നോക്കാത്തവരാണെങ്കിൽ ഒരു വട്ടം തയ്ച്ച് നോക്കാം കേട്ടോ. അപ്പോൾ കുറേ നാൾ എന്തായാലും ഈട് നിൽക്കുന്ന ഒരു പാൻറ്റിൻ്റെ തുണിയും കൂടിയിട്ടാണ് കേട്ടോ ഇത്. വീട്ടിലിടാനായിട്ടേ പുറത്തുനിന്ന് പാൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പാൻറ്റിന് തന്നെ 200 രൂപ വരും. പക്ഷേ ആ ഒരു പൈസയ്ക്ക് നമുക്കിപ്പോൾ 2 പാൻറ്റ് തയ്ക്കാം കേട്ടോ. അപ്പോൾ ഒരു പാൻറ്റിന് തുണിക്കൊക്കെ ഒരു 100 രൂപയുടെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.